എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ പേര് ആൽബർട്ട് കെ തോമസ്. പ്രിയരെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, നമുക്കൊത്തിരി സ്നേഹം തോന്നുന്ന ചിലർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിരുന്നുകൾ ഒരുക്കാറുണ്ട്. വിരുന്ന് സമയങ്ങൾ ഒത്തിരി ആഹ്ലാദത്തിൻ്റെയും സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെയും സാഹോദര്യം പങ്കുവെക്കുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമാണ്. ബൈബിളിനകത്ത് ഒരു മനോഹരമായ വിരുന്നിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, ഈ വിരുന്ന് നമ്മൾ ആഴത്തിൽ അത് ചെയ്തത് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് അവർ ചെയ്തത്, ഇത് നമുക്കറിഞ്ഞാൽ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴാണ് ദൈവത്തിന് വേണ്ടി ശരിയായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിതൊന്ന് ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാകും വാസ്തവത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആഴമേറിയ സ്നേഹം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരിച്ചിട്ട് 4 ദിവസമായ ലാസർ ഉയർക്കുന്നതും ഉയർപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നതും ആ ഭാഗത്ത് ദൃശ്യമാണ്. അതേ ഉയർപ്പിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഗ്രൂപ്പ് യഹൂദന്മാർ ഈ വസ്തുതയൊക്കെ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പരീശന്മാരോടും അറിയിച്ചു. ഇത് അവരുടെ കാതിൽ കേട്ടപ്പോൾ, ഇത് അവരറിഞ്ഞപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ജനമെല്ലാം ഇങ്ങനത്തെ അടയാളങ്ങൾ കണ്ടാൽ യേശുവിൻ്റെ പിന്നാലെ ആയിപ്പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് യേശുവിനെ കൊല്ലണം. ആ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്നു മുതൽ അവർ യേശുവിനെ കൊല്ലാൻ അവർ താല്പര്യപ്പെട്ടു. ഒന്ന്, പ്രിയരെ, അറിയുക, യേശുവിനെ കണ്ടാൽ കൊല്ലണമെന്നുള്ള തീർപ്പും പ്ലാനും അവർ പരസ്യമായിട്ടുള്ള പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായിട്ട് നടക്കാതെ രഹസ്യത്തിൽ ഒളിച്ചു പാർക്കുന്നു. 3, യേശുവിൻ്റെ ഒളിത്താവളം എവിടെയാണ് അവൻ ഒളിച്ചു പാർക്കുന്നത്? ആർക്കെങ്കിലും അറിവ് കിട്ടിയാൽ അത് പറഞ്ഞു കൊടുക്കണമെന്നും എന്നുള്ള കൽപ്പന യഹൂദന്മാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും പുറപ്പെടുവിച്ചു. ഇതാണ് 11-ാം അധ്യായം. പ്രിയരെ, ഈ കൽപ്പനയും കൊല്ലണമെന്നുള്ള താല്പര്യവും വൈരാഗ്യബുദ്ധിയും, 2, എവിടെയെങ്കിലും യേശു ഉണ്ടെന്നറിഞ്ഞാൽ നശിപ്പിക്കണം, അറിയിക്കണമെന്നുള്ള കാര്യം പരസ്യമായിട്ട് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പ്രിയരെ ഈ വിരുന്ന് 12-ാം അധ്യായത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, 2 സഹോദരിമാർ, അവരുടെ സഹോദരനായ ലാസർ. പ്രിയരെ, ഇതിനകത്തുനിന്ന് എന്താണ് ദൈവത്തിന് നമ്മളോട് ഇടപെടാനുള്ളത്? 11-ാം അധ്യായത്തിൽ ഒരിക്കലും സാധ്യതയില്ലെന്നും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് ചിന്തിച്ച, മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെ തിരിച്ച് യേശു ആ വീട്ടിലേക്ക് അവരുടെ സഹോദരനായി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ സഹോദരിമാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര നന്ദിയുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ, ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ, ആ സഹോദരനെ യേശുവിന് തരാൻ പറ്റുമെങ്കിൽ ജീവനേക്കാൾ അധികം ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കും. പ്രിയരെ, ഈ വിരുന്നിൻ്റെ ആദ്യത്തെ ചിത്രം നിങ്ങൾ അറിയുമ്പോൾ ഇവരുടെ മനോഭാവം ഞാൻ പറയാം. കൊല്ലുമെന്ന് പരസ്യമായിട്ട് യഹൂദന്മാർ പറയുമ്പോൾ, 2, ഒളിത്താവളം എവിടെയാണ് അത് പറഞ്ഞു തരണമെന്ന് പരസ്യമായിട്ട് കൽപ്പന നടക്കുമ്പോൾ ഈ സഹോദരിമാർ പറയുന്നു, യേശുവേ, ഇപ്പോഴും നിനക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് യഹൂദന്മാർ ഞങ്ങൾക്കെതിരാണ്, അല്ല, എതിരായിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് വിഷയമല്ല, ഞങ്ങൾ അതിനേക്കാൾ ഉപരി അങ്ങേ സ്നേഹിക്കുന്നു. പ്രിയരെ, പലരും നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന ചിലരോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ, അയാൾ പെട്ടെന്നൊരു പ്രയാസത്തിലകപ്പെട്ടാൽ ഈ സ്നേഹിക്കുന്ന ചിലർ ആ സമയത്ത് അവരോട് കൂടെ കാണണം നിർബന്ധമില്ല.
ലോക സഹജമാണ്. പക്ഷേ യേശുവിനെ അറിയുന്ന ഒരു വിശ്വാസി, യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാ കാലത്തും യേശുവിനെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. ബൈബിൾ അതല്ലേ പറഞ്ഞത്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എവിടെ വെച്ചാൽ ദാവീദെ താങ്കൾ ഇത് പാടിയത്? ദാവീദ് പറയും, ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, വാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മരണമാണോ ജീവനാണോ എന്നറിയാതെ നിൽക്കുമ്പോൾ. പ്രിയരെ, യേശുവിനെ സ്നേഹിക്കുന്നവൻ പ്രാണനേക്കാളധികം യേശുവിനെ സ്നേഹിക്കട്ടെ. 2, ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് യേശുവിനുള്ള സ്നേഹമാണ്. 2, ഏറ്റവും വിലപ്പെട്ടത് പൊട്ടിച്ചൊഴിച്ചത്, സ്വച്ഛജടമാംസ തൈലം പൊട്ടിച്ചൊഴിച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ്. മറ്റുള്ളവർ പറഞ്ഞു അത് വെറും ചിലവാണ്. എന്തിനാ ഇങ്ങനത്തെ ഒരു ചിലവ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? ഒരർത്ഥത്തിൽ നോക്കിയാൽ പറയുന്നത് നല്ലതല്ലേ? യേശുവിനോട് നമുക്ക് യഥാർത്ഥ സ്നേഹം തോന്നിയാൽ ചിലവിട്ടത് ഒത്തിരി വലുതായിട്ട് തോന്നില്ല പ്രിയരെ. കാരണം യേശു ക്രൂശിൽ കൂടെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ ആഴം ഒരാടെ അകത്ത് വ്യാപരിച്ചാൽ യേശുവിന് വേണ്ടി മണ്ണിൽ ചെയ്യുന്നത് എല്ലാം ഒന്നുമല്ല, അത് അല്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിയും. കാരണം അവൻ സ്നേഹിച്ചതിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒക്കെ നമുക്ക് ഗ്രഹിച്ചാൽ ഈ കൊച്ചായുസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് വലുതായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം അവൻ ചെയ്തതാണ് ഏറ്റവും വലുത്. ക്രൂശിൽ യേശു പ്രാണനെ നമുക്ക് വേണ്ടി അർപ്പിച്ചില്ലേ? ആ യേശുവിന് ഒരു കുപ്പി ഭരണിയിലെ സുഗന്ധദ്രവ്യം പൊട്ടിച്ചൊഴിക്കുമ്പോൾ അവൻ ചെയ്തതിന് തത്തുല്യമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നന്ദിയുടെ പ്രദർശനമാണ്. അപ്പോൾ നോക്കി, യേശുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഈ വിരുന്ന്. 2, യേശുവിന് വേണ്ടി ചെലവഴിച്ചത് ഏറ്റവും നല്ലത് അവർ ചെലവഴിച്ചു. 3, യേശുവിനെയും ലാസറിനെയും കൊല്ലും എന്നൊരു തീരുമാനം അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ കൂടെ നിന്നാൽ നമ്മുടെ ഭാവി എന്താണ്? നാളെ എന്തായിത്തീരും? ഈ ചോദ്യം 10,000 വട്ടം ഇവരുടെ മുമ്പിൽ വന്ന് കാണും. പക്ഷെ അവരന്നേരം പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാളെ വിഷയമല്ല, ഞങ്ങൾക്ക് ദൈവം തരുന്ന ഇന്നിൽ അവനെ എങ്ങനെ എത്ര ആഴത്തിൽ ഏത് രീതിയിൽ സ്നേഹിക്കാൻ പറ്റുമോ അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം. പ്രിയരെ, 3 കാര്യം ഞാൻ പറഞ്ഞത്. 1, യേശുവിനുള്ള സ്നേഹം. 2, യേശുവിന് വേണ്ടി ചിലവഴിച്ചത്. 3, നാളത്തെ ഭാവി അതെന്തുമായിക്കൊള്ളട്ടെ, യേശുവിൽ ഞാനാണോ ഞാൻ സുരക്ഷിതനാണ്. പ്രിയരെ, നമുക്ക് യേശുവിൽ ആഹ്ലാദിക്കാം, യേശുവിൽ സന്തോഷിക്കാം. ഇവർ ചെയ്തതുപോലെ യേശുവിനോട് ഒപ്പ് സന്തോഷിക്കുന്ന സെലിബ്രേഷൻ മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.